ഇന്നലെ വൈകിട്ട് കുടമാറ്റത്തിന് ശേഷം വെടിക്കെട്ടിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനിടയിൽ തുടങ്ങിയ നിയന്ത്രണങ്ങളാണ് പ്രശ്നങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുന്നത്. രാത്രി ഏകദേശം 11:30-ക്ക് ശേഷമാണ് വെടിക്കെട്ടിന് മുന്നോടിയായിട്ട് ആളുകളെ നിയന്ത്രിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് പോലീസ് പോയത്. നമുക്ക് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശമനുസരിച്ച് മാത്രമേ നിയന്ത്രണങ്ങളിൽ നിന്ന് അയവ് വരുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളത് പോലീസ് തന്നെ പല ആളുകളോടും പറഞ്ഞു. പക്ഷേ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി മുതൽ തന്നെ പലരും, ഇപ്പം നമ്മൾ കാണുന്ന പോലെ ദൃശ്യങ്ങളിൽ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ്, ഇതുപോലെ ഇന്നലെ രാത്രി മുതൽ തന്നെ പലരും പല കെട്ടിടങ്ങളുടെയും മുകളിലേക്ക് സ്ഥാനം പിടിച്ചതാണ്. കാരണം വ്യക്തമായ വെടിക്കെട്ടിൻ്റെ വർണ്ണശോഭകൾ കാണുക എന്നുള്ളതാണ് പലരുടെയും പ്രധാനപ്പെട്ട ആവശ്യം. നമ്മൾ ഈ പൂരത്തിൻ്റെ കുടമാറ്റത്തിൽ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന സസ്പെൻസുകൾ പോലെ തന്നെ വെടിക്കെട്ടിലും ഇരു വിഭാഗങ്ങളും പല സസ്പെൻസുകളും ഒളിപ്പിച്ച് വയ്ക്കാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പാറമേക്കാവിൻ്റെ വെടിക്കെട്ടിനോട് കിടപിടിക്കുന്ന രീതിയിൽ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ടിലും അതേ സസ്പെൻസുകൾ ഉണ്ടാകും. പലപ്പോഴും വെടിക്കെട്ടിൻ്റെ പല രൂപങ്ങൾ അല്ലെങ്കിൽ പല തരത്തിലുള്ള പുതിയ ഇൻട്രൊഡക്ഷൻ നമ്മൾ കണ്ടത് തൃശ്ശൂർ പൂരത്തിൽ നിന്നാണ്. പല രീതിയിലുള്ള അമിട്ടുകൾ, വർണ്ണക്കുടകൾ, അതോടൊപ്പം അമിട്ട് വെട്ടി വരുന്ന പാരച്യൂട്ട് പോലുള്ള പുതിയ രീതിയിലേക്കുള്ള കടന്നുവരവുകൾ, അത് ഈ കരിമരുന്നിൽ പല തരത്തിലുള്ള പ്രയോഗം ഉണ്ട്. അത് നടത്താൻ കഴിയുമെന്ന് തെളിയിച്ചതും തൃശ്ശൂർ പൂരം തന്നെയാണ്. അവിടെ നിന്നാണ് പിന്നെ പല പൂരങ്ങളിലേക്ക് അത് വളർന്നു വരുന്ന സാഹചര്യം ഉണ്ടായത്. അത്തരത്തിലുള്ള പല സസ്പെൻസുകൾ, അതിൻ്റെ ഭംഗി, ശോഭ എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഏകദേശം കുടമാറ്റത്തിന് ശേഷം പല കെട്ടിടങ്ങളുടെ മുകളിലേക്കായി ആ സ്വരാജ് റൗണ്ടിന് ചുറ്റുമുള്ള പല കെട്ടിടങ്ങളുടെയും മുകളിലെ നിലയിലേക്ക് കാലുകുത്താൻ ഇടമില്ലെങ്കിൽ പോലും ആളുകൾ എത്തി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. ആ വെടിക്കെട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് പുലർച്ചെ 3 മണി വരെ നീളും. പക്ഷേ ഇന്നലെ രാത്രി അനാവശ്യമായി തുടങ്ങിയ കുറേ നിയന്ത്രണങ്ങൾ, ആ പ്രശ്നങ്ങളെ മുഴുവൻ പ്രതിസന്ധിയിലാക്കി. അതിനുശേഷം ആളുകളെല്ലാം തടിച്ചുകൂടുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും ഒരു തരത്തിലുള്ള നീക്കുപോക്കുകളും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നില്ല. തിരുവമ്പാടി വിഭാഗം ശക്തമായ വിഷയത്തിൽ പ്രതികരിച്ചു. അവർ പൂർണ്ണമായും ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന രീതിയിലേക്കുള്ള നയം സ്വീകരിക്കുകയും അതിൻ്റെ പ്രതിഷേധം അറിയിക്കേണ്ടവരെ കൃത്യമായി അറിയിക്കുകയും ചെയ്തു. ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു സമവായത്തിന് ശ്രമിച്ചുവെങ്കിലും നിലവിലുള്ള നിയന്ത്രണങ്ങളിൽ നിന്ന് അയവ് വരുത്താതെ സമവായത്തിന് തയ്യാറല്ല എന്ന നിലപാടിലേക്ക് തിരുവമ്പാടി ദേവസ്വം പോവുകയും ചെയ്തു. വെടിക്കെട്ട് തൽക്കാലം വേണ്ട എന്ന നിലപാടിലേക്ക് തന്നെയാണ് കർശനമായി പോയത്. മന്ത്രി കെ രാജൻ, ജില്ലാ കളക്ടർ, NDAയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ ആ വിഭാഗവുമായി ചർച്ചയ്ക്കും തയ്യാറായി. പക്ഷേ പുലർച്ചെ വരെ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് സമവായത്തിന് നേരിയ തിരികൾ തെളിയാൻ തുടങ്ങിയത്. 6:30 വെടിക്കെട്ടിന് തുടക്കം കുറിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്ന പാറമേക്കാവ് വിഭാഗം ആദ്യം വെടിക്കെട്ട് തുടങ്ങുകയും പിന്നീട് തിരുവമ്പാടിയുടെ വെടിക്കെട്ട് നടക്കുകയും ചെയ്തു. 8 മണിയോടുകൂടി ഇരു വിഭാഗവും വീണ്ടും പകൽപൂരത്തിനുള്ള എഴുന്നള്ളിപ്പിലേക്ക് കിടക്കും. അതിനുശേഷം സ്ത്രീ മൂലസ്ഥാനത്ത് ഇരു വിഭാഗത്തിനെയും ഭഗവതിമാർ നേരിൽ കണ്ട് ഉപചാരം ചൊല്ലിപ്പിരിയുന്നതോടുകൂടി ഒരു പൂരക്കാലത്തിന് കൂടി സമവായം അല്ലെങ്കിൽ ഒരു പൂരക്കാലത്തിന് കൂടി സമാപനം കുറിക്കും. പിന്നീട് അടുത്ത പൂരത്തിന് കാണാമെന്നുള്ള വാക്ക് നൽകി അവർ പിരിയുന്ന രീതിയാണ് ഉള്ളത്. ലിഷോയും ആയത്തിനും ഓമനക്കുട്ടനുമാണ് നമ്മോടൊപ്പം ഉള്ളത്. ലിഷോയി, ഇതുപോലെ എത്ര കെട്ടിടങ്ങളുടെ മുകളിൽ എത്രയധികം ആളുകൾ എത്ര നേരമായി തുറക്കമുളച്ച് കാത്തിരിക്കുന്നുണ്ട്. അവരെല്ലാം പ്രതീക്ഷകൾ തള്ളിക്കെടുത്തിക്കൊണ്ടാണ് ഒരു നിയന്ത്രണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെല്ലാം നിയന്ത്രണങ്ങൾ തീരുമാനിക്കേണ്ട പെസോയ്ക്ക് പോലും ഇല്ലാത്ത നിയന്ത്രണം പോലീസ് കൊണ്ടുവന്നത്. അത് ഒരു പ്രതിഷേധം കൊണ്ട് അവസാനിക്കേണ്ട കാര്യമല്ല. എന്നിരുന്നാൽ പോലും ആ പ്രതിഷേധങ്ങൾ അവസാനിച്ചു എന്നല്ലേ ലിഷോയ് പറഞ്ഞതിൻ്റെ അർത്ഥം? അതായത് പെസോയുടെ കടുത്ത നിയന്ത്രണങ്ങളുണ്ട്. ആ ഒരു നിയന്ത്രണത്തിന്റെ ഒരു പേര് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഈ നിയന്ത്രണങ്ങളൊക്കെ കടുപ്പിച്ചിരിക്കുന്നത്. പക്ഷേ പെസോയുടെ നിയന്ത്രണം ആരംഭിച്ചിട്ട് വർഷങ്ങളായി. അതായത് ആ സമയത്തൊന്നും തന്നെ ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ ആളുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം അതായത് പെസോയുടെ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായ സമയത്ത് പോലും തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് ഈ വെടിക്കെട്ട് തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് വരെ ആളുകളെല്ലാം തന്നെ കയറ്റിവിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ആ 1 മണിക്കൂർ മുന്നല്ല, മണിക്കൂറുകൾ മുൻപേ ആളുകളെ കയറ്റിവിടാത്ത അവസ്ഥയുണ്ട്. കൂടാതെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ സൂചിപ്പിച്ച പോലെ ഒരുപാട് ആളുകൾ ഈ കുറെ നേരത്തെ തന്നെ സമയം ഇന്നലെ രാത്രി മുതൽ തന്നെ പല കെട്ടിടങ്ങൾക്ക് മുകളിലും അതുപോലെ തന്നെ സ്വരാജ് റൗണ്ടിൽ തന്നെ കുറച്ചിടങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്ന ഇടം ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ആ നിൽക്കുന്നവരെല്ലാം തന്നെ നിരാശപ്പെടുത്തുന്ന രീതിക്കുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ നടന്നതെന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഇപ്പോഴും ആ വന്ന ഒരു ഭൂരിഭാഗം ആളുകളും ഇവിടെ തന്നെ
നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്തു വന്നാലും വെടിക്കെട്ട് കണ്ടിട്ട് തന്നെ തിരിച്ചു പോകുകയുള്ളൂ എന്നുള്ളൊരു നിലപാടെടുത്ത ഒരുപാട് ആളുകൾ എന്തായാലും ഇവിടെ ഉണ്ട്. ഇപ്പോഴും അതിൽ ഒരു ഭൂരിഭാഗം പേരും അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ വെടിക്കെട്ട് പൊട്ടാൻ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുകൂടി കാണാം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ എത്തിയിരുന്ന എല്ലാവരും തന്നെ പറയുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനിയിൽ വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ഇരുവിഭാഗവും വെടിക്കെട്ടിന് തയ്യാറെടുക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. അല്പസമയങ്ങൾക്കുള്ളിൽ വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള വെടിക്കെട്ട് ആരംഭിക്കും. അതിന് മുന്നോടിയായിട്ടുള്ള തയ്യാറെടുപ്പാണ്. സാധാരണഗതിയിൽ ഇന്നലെ രാത്രി തന്നെ പൂർത്തിയാക്കി പുലർച്ചെ ഒരു 3 മണിയോടുകൂടി വെടിക്കെട്ട് നടന്ന് ഇപ്പോൾ ആ വെടിക്കെട്ടെല്ലാം കഴിഞ്ഞ് അടുത്ത പൂരത്തിനുള്ള പരിപാടികൾ തുടങ്ങേണ്ട സമയമാണ്. പക്ഷേ ആ സാഹചര്യങ്ങളൊന്നും അനുകൂലമായിരുന്നില്ല. അതുകൊണ്ട് നടന്ന സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞ പോലെ ആളുകൾക്ക്, ഈ പൂരപ്രേമികൾക്ക് നഷ്ടമാകുന്നത് അതിൻ്റെ വർണ്ണക്കാഴ്ചകളും അതിൻ്റെ സസ്പെൻസുകളും എല്ലാമായിരുന്നു. അത് ഇനി എപ്പോൾ സാധ്യമാകും? ഇനി ഒരു പൂരത്തിന് വേണ്ടി അവർ കാത്തിരിക്കണം. കാരണം ഇന്ന് പകൽപ്പൂരം കഴിഞ്ഞാലും ഒരു വെടിക്കെട്ടുള്ളതാണ്. ആ സമയത്ത് കാണാൻ കഴിയുകയല്ലോ, കേൾക്കാൻ കഴിയുക എന്നുള്ളതാണ് സാധ്യമാകുന്ന ഒരേ ഒരു കാര്യം. അതിനാണ് വീണ്ടും സാധ്യത തെളിയുന്നത്. തൃശ്ശൂരിൽ പൂരത്തിൻ്റെ പ്രതിസന്ധി, അതിൻ്റെ മേലിലുണ്ടായിരുന്ന കാർമേഘം നീങ്ങുകയും വീണ്ടും പകൽപ്പൂരത്തിനുള്ള സജ്ജീകരണങ്ങൾ, വെടിക്കെട്ടിനുള്ള സജ്ജീകരണങ്ങൾ തുടങ്ങുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് ഒടുവിൽ വന്നെത്തിയിരിക്കുന്നത്.